അപ്പൊ ഇങ്ങനെ കുറെ അലിഗേഷൻസും വീഡിയോസും ഇതെല്ലാം മൊത്തത്തിൽ അങ്ങ് ഫെഡപ്പായി അതോ? ഫെഡപ്പായെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല അതിനകത്ത്. ആൾക്കാർ ഇതൊക്കെ ഞാൻ സോഷ്യൽ മീഡിയ ഇപ്പൊ ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ ഞാൻ ആകെ നോക്കി ചിരിക്കുന്ന. പിന്നെ ഈ പറഞ്ഞ പോലെ എന്റെ ലോയറിനോട് പറയും ചേട്ടാ ഒന്ന് ഹെൽപ്പ് ചെയ്യോ, സൈബർ ബുള്ളിങ് ആണ്, ഭയങ്കര ബാഡ് കമന്റ്സും ഉണ്ട്. പിന്നെ ഈ ആൾക്കാർ കുറച്ച് ബാഡ് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് മോഫ്റ്റ് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഞാൻ സൈബർ ബുള്ളിങ് കേസ് ചെയ്തു, കുറച്ചൊക്കെ മാറ്റി, അങ്ങനെയൊക്കെ ഉള്ളൂ. ആര്യൻ, ഈ ബിഗ് ബോസ് ഹൗസിൽ തന്നെ ഏറ്റവും വലിയ കോൺട്രവേഴ്സി ആയിരുന്നു അനുമോള് വന്നു ബെഡ്ഷീറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ലാലേട്ടൻ വന്നിട്ട് തന്നെ പലതവണ പറഞ്ഞു ഇത് അവർക്ക് തന്നെ വേണ്ട, ഈ ഒരു ടോപ്പിക് നിർത്തിക്കോ എന്നുള്ള രീതിയിൽ, ഇനി നിങ്ങൾ പുതിയ കളി പിടിക്കുക ആ ഒരു രീതിയിൽ വന്നു. ബട്ട് സ്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വീണ്ടും ഈ ഒരു സംഭവം വരുന്നുണ്ട്. എന്തുകൊണ്ട് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല? ആക്ച്വലി ഇതിനകത്ത് ഫുൾ സ്റ്റോപ്പ് ഇടാനൊന്നും ഇല്ല. ബിഗ് ബോസ് വീട് എന്ന് പറഞ്ഞ ഒരു സൊസൈറ്റിയാണ്. നമ്മുടെ സൊസൈറ്റിയിൽ നോ സ്മോക്കിങ്ങിന്റെ ഈ പറഞ്ഞ പോലെ സിഗരറ്റിനും മേലിടും ക്യാൻസറസ് ടു ഹെൽത്ത്. പക്ഷെ ആൾക്കാർ നിർത്താറുണ്ടാവും ഇല്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇത് നിർത്താൻ എൻ്റെ കയ്യിലൊന്നും അല്ല ഈ കാര്യങ്ങളൊക്കെ. ഈ ഒരു കുറ്റം ചെയ്താൽ ഈ വീട്ടിൽ പല സമയത്ത് ആ കുറ്റം വന്നുകൊണ്ടിരിക്കും. അതാണ് ഈ വീടൊരു പ്രഷർ കുക്കർ പോലെയാ. എപ്പോ പൊട്ടും എന്നറിയില്ല, പക്ഷെ പൊട്ടും. അങ്ങനെ ആ ഒരു ഭയങ്കര സ്ട്രെസ് ഉള്ള വീടാണത്. ലൈക്ക് ഇത് ഒരു ഈസി പണിയല്ല. ഇതൊരു ബിഗ് ബോസ് വീട് എന്ന് പറഞ്ഞ ഒരു 5 സ്റ്റാർ ഹോട്ടൽ മാത്രം മാതിരി കാണാൻ പോലെ ഉള്ളൂ. പക്ഷെ അകത്ത് കയറിയ ഒരു ഈ പറഞ്ഞ പോലെ ഒരു നരകമാണ്. ഭയങ്കര പാടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു കുറ്റം ചെയ്ത ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അത് എപ്പോൾ പൊക്കിക്കൊണ്ട് വരാൻ പറ്റും. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കുറേ കുറ്റങ്ങൾ ഇടയിൽ ചെയ്തിട്ടില്ല. ഭയങ്കര നീറ്റ് ഗെയിമായിട്ട് എനിക്ക് പോകും. ഐ ഹാഡ് ബീൻ ഗോയിങ് ഇൻ എ വൈൽ. ഇങ്ങനെ ചെയ്യാത്തൊരു തെറ്റ് പുറത്ത് ഭയങ്കര ചർച്ചയായി പോയത് എന്തായിരിക്കും? തെറ്റാണെന്ന് വന്നത് എനിക്ക് സോറി പറയാനുള്ളത് ലാലേട്ടൻ ഫാൻസിനോടാണ്. എനിക്ക് താഴെ ഐ വോണ്ട് ടു ബി ഓൺ മൈ നീസ് ആൻഡ് സേ സോറി ടു ലാലേട്ടൻ ഫാൻസ്. ബിക്കോസ് എന്ത് പറഞ്ഞാൽ ഞാൻ ലാലേട്ടൻ കാണുന്നൊരു ഗോഡ് ഫിഗർ ആണ്. സോ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു ഹിം മാൻ. അപ്പോൾ ഈ ടാസ്ക് വന്നപ്പോൾ മൊട്ട തലയിലിടുന്നൊരു ടാസ്ക്. അപ്പോൾ നിങ്ങൾ എന്നെ ആ വീഡിയോയിൽ ഒബ്സർവ് ചെയ്യും, എക്സ്പ്രഷൻ എന്നെ ഒബ്സർവ് ചെയ്യും. ലാലേട്ടൻ പറഞ്ഞു ഇത് എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കണം, ഏല സമയത്ത് ഇട്ടുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മൈൻഡ് വിചാരിച്ചു ഇതൊരു ബിഗ് ബോസ് വീടല്ലേ, അപ്പൊ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീം ആയിരിക്കും, 7 പണിയായിരിക്കും. ഞാൻ പറഞ്ഞു ലാലേട്ടൻ അപ്പൊ ഇത് ഉറങ്ങുമ്പോഴും വാഷ്റൂം പോകുമ്പോഴും ഇടണോ? ആ ഒരു ക്വസ്റ്റ്യൻ ലാലേട്ടൻ അത് കുളിക്കുമ്പോഴാണോ? കുളിക്കും. അപ്പൊ എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ 3-4 കാര്യങ്ങൾ പറഞ്ഞത് എനിക്ക് ഭയങ്കര ജെനുവിൻലി ആണ്. പക്ഷെ ഈ മലയാളത്തിന്റെ ഈ കുളിക്കുമ്പോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയരുത്. ആക്ച്വലി നമ്മൾ പറയുന്നത് വാഷ്റൂമിൽ യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ അവിടെ പുറത്തൊക്കെ നമ്മൾ ചിലപ്പോൾ ഒരു ടാസ്കോ അല്ലെങ്കിൽ അങ്ങനെ ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് എന്താണെന്ന് അറിയില്ല. എനിക്ക് ഈ കോൺസെപ്റ്റ് മൊത്തം മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ പരമാവധി ടാസ്ക് എല്ലാം സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഇതിൽ ഞാൻ വിചാരിച്ച ടാസ്ക് പോലെയാണ്, എപ്പോഴും വിട്ട് നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു ലാലേട്ടൻ അത് എപ്പോഴും ഇടണോ, ഉറങ്ങുമ്പോഴും വാഷ്റൂം പോകുമ്പോഴൊക്കെ ഇടണോ? ഞാൻ ചോദിച്ചപ്പോൾ ലാലേട്ടൻ മോനെ ആര്യൻ നീ എന്നെ ഊരുവാണോ? അതങ്ങനെ നടന്നു. പിന്നെ ചിരിച്ചു, പിന്നെ പോയി. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പുറത്ത് ലാലേട്ടൻ ഫാൻസ് ഭയങ്കര ബാഡ് രീതിക്ക് അത് പോർട്രേ ആയിട്ടുണ്ട്. ആര്യൻ ഡിസ്റെസ്പെക്ട്ഫുൾ ആണ്, ഇടിച്ച് പുറത്താക്കുന്നത്. പിന്നെയും ആളുകൾ ട്രിഗർ ചെയ്തൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ട വെച്ചോണ്ടിരുന്നല്ലോ നെക്സ്റ്റ് ഡേ, ആ സമയത്ത് അവന്റെ ഒരു മുട്ട അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ആരൊരു മുട്ട ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവന്റെ ഒക്കെ ഒരു മുട്ട ഇത് നശിപ്പിക്കും ഞാൻ, ആ ഒരു രീതിയിൽ പറയുന്നുണ്ടായിരുന്നു നെക്സ്റ്റ് ഡേ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്നിട്ട്. അതപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ ക്രൂവിനെ ആണോ എന്താ ഉദ്ദേശിച്ചത്? ഇത് സംഭവം തലയിൽ വെച്ചിട്ടുള്ള ഒരു അത്രയും ടൈറ്റ് ആയിരുന്നു. അപ്പൊ ആ വിഷമത്തിൽ ഞാൻ അങ്ങനെ അവന്റെ മുട്ട എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം എന്റെ മലയാളത്തിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ സംസാരത്തിന്റെ രീതിയല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് മാതിരി മുട്ട ഇടാൻ പറഞ്ഞല്ലേ. ഇവരെന്ന് പറഞ്ഞത് ഈ ടാസ്ക് എന്തിട്ടാ, അപ്പൊ ആൾക്കാർ പറയല്ലേ എന്തൊരു ടാസ്കാ ബിഗ് ബോസേ, ഭയങ്കര സീനാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ വായന എന്തൊക്കെ ഒരു മുട്ട എന്താ ഈ കൊടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്തൊരു സാധനം പോർട്രേ ചെയ്യാൻ നോക്കിയപ്പോ അതും ബാഡ് അടിച്ചു. പക്ഷെ ഞാൻ പറയാം എനിക്ക് ഐ എം വെരി എക്സ്ട്രീംലി സോറി ടു ലാലേട്ടൻ ഫാൻസ്. അങ്ങനെ ഞാൻ ഒന്നും പോർട്രേയും ചെയ്തിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഡൈഹാർഡ് മോഹൻലാൽ സർ ഫാനാണ്. ഞാൻ അങ്ങനെ അദ്ദേഹത്തിന്റെ അഗേൻസ്റ്റ് ഒരിക്കലും പോകില്ല ഈ കാര്യത്തിൽ. എന്ത് പറഞ്ഞാലും ഞാൻ സോറി ലാലേട്ടാ. സീരിയസ്ലി ആര്യനെ ഓഡിയൻസിന് കുറച്ചെങ്കിലും ഒരു ഹെയ്റ്റ് വന്നത് ലാലേട്ടനായിട്ടുള്ള ഒരു ഇഷ്യൂലാണ്. പക്ഷെ ഐ ലവ് ഹിം ആൻഡ് ഐ ലവ് ലാലേട്ടൻ സീരിയസ്ലി. അപ്പൊ ഞാൻ ഇതാണ് ഓപ്പർച്യൂണിറ്റി പറയാൻ, ഇതാണ് സംഭവിച്ചത്. എന്റെ ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഒരു കാര്യത്തിൽ മേ ബി ആര്യന്റെ ഒരു എന്താ പറയാ ഒരു അത്രയും മെച്യൂർഡ് അല്ലാത്തത് കൊണ്ട് വന്ന കുഞ്ഞു ഡൗട്ട്സ് ആണ് അവിടെ വന്നത് അല്ലേ. പക്ഷെ ഞാനിപ്പോ ക്ലിയർ അല്ലേ, ഇതാണ് എന്റെ മൈൻഡ്, ഇതാണ് സംഭവിച്ചത്. ആൻഡ് ഓൾസോ എന്റെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ മൈ മോം ആൻഡ് ഡാഡ് വർ ത്രെറ്റൻഡ്, നിങ്ങൾ ലാലേട്ടന്റെ അഗേൻസ്റ്റ് പറയുന്നത് കൊല്ലൂ എന്നൊക്കെ. അതെ, അപ്പൊ ഞാൻ എന്റെ അമ്മയും അച്ഛനും ഭയങ്കര സ്ട്രെസ്ഫുൾ. അങ്ങനെ വീട്ടിൽ പറഞ്ഞു, കുറച്ച് ആൾക്കാർ പറഞ്ഞു ലാലേട്ടന്റെ അഗേൻസ്റ്റ് പറഞ്ഞാൽ നിങ്ങളെ കൊല്ലൂ എന്നൊക്കെ കുറെ ത്രെറ്റ്സ് വന്നു. പക്ഷെ ഞാൻ അമ്മയും ഫാദറും ഭയങ്കര അപ്സെറ്റ് ആയി. അവർ പിന്നെ ഒരു ലെറ്റർ ഒക്കെ എഴുതി, ലാലേട്ടാ എക്സ്ട്രീംലി സോറി ഫോർ ദിസ്, നമ്മൾ എന്റെ മോൻ അങ്ങനെ അല്ല, അവരിടയ്ക്ക് സംസാരിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നതാണ്. ബിക്കോസ് ലാലേട്ടന് എത്രയോ ആൾക്കാരോട് ചൂടായിട്ടുണ്ട് ഈ വീട്ടില്. അനുമോൾ ഇരിക്കൂ, അനീഷ് എണീക്കൂ, അക്ബർ എന്താണ് ചെയ്യുന്നത്,
എന്നോട് ആകെ പറഞ്ഞത് മോനെ നീ 100 ആണോ? ഞാൻ പറഞ്ഞു ഇല്ല ലാലേട്ടാ. ഞാൻ അവിടെയും പറഞ്ഞത് ഇല്ല ഒരിക്കലും ഇല്ല ലാലേട്ടാ. അങ്ങനെ ഞാൻ പറഞ്ഞത് ഇത്ര ഇൻസെന്റ് തന്നെ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണത്. അപ്പൊ അത് പുറത്ത് വന്നപ്പോൾ ബാഡായി പോയി. പക്ഷെ നൗ ഐ എം ഹാപ്പി. എല്ലാവർക്കും മനസ്സിലായി. ഈ പറഞ്ഞ എല്ലാവരും ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, മായാമോഹിനി ലാലേട്ടൻ ഫാൻ ഹിയർ, ഡോണ്ട് വറി, നമ്മുടെ തെറ്റിദ്ധാരണയായിരുന്നു, ഇറ്റ്സ് ടോട്ടലി ഫൈൻ എന്നൊരു കമന്റ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. സോ ഐ ഫീൽ വെരി ഹാപ്പി. ഇപ്പൊ എല്ലാവരും അത് പോട്ടെ ആര്യൻ. ലാലേട്ടനും അത് മനസ്സിലായി തോന്നുന്നു അല്ലെ, ആര്യന്റെ ആ ഒരു അറിയാഞ്ഞിട്ടാണ് ലാസ്റ്റ് അത്രയും സ്നേഹത്തോടൊന്നും. ലാലേട്ടൻ വന്നിട്ട് ഹഗ് ചെയ്തു, സോ ഹാപ്പി, എന്റെ കൈയൊക്കെ പിടിച്ചു. വെരി നൈസ് ഗെയിം. അത് ഒരു തിങ് ടു റിമെമ്പർ മൈ ലൈഫ് ടൈം ആണ്. ഈ അനുമോൾ ആര്യൻ കോംബോ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ശൈത്യൊക്കെ പറയുകയും ചെയ്തായിരുന്നു അനുമോൾക്ക് ആര്യനോടൊരു ക്രഷ് ഉണ്ട്. നിങ്ങൾ പിന്നെ കുറെ പേര് പറയുകയും ചെയ്തായിരുന്നു നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് അനുമോൾ കൂടുതൽ ചിരിക്കുന്നുണ്ട്, ഭയങ്കര നിങ്ങൾ അങ്ങനെ ഒരു ബോണ്ട് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഇതെങ്ങനെ ഒരു ഹെയ്റ്റ് ആയത്? ഇത് ആക്ച്വലി കാരണം ഞാൻ സംസാരിച്ചിരുന്നു ഈ സ്ഥലത്ത്. ബേസിക്കലി ഇത് നമ്മൾ വന്നപ്പോൾ തന്നെ വീട്ടിൽ ചില ആൾക്കാരുടെ കണക്ട് ചെയ്യും. അപ്പൊ ഞാൻ ഓണസ്റ്റ്ലി എല്ലാവരുടെ കൂടെ കണക്ട് ചെയ്തു. ഐ എം എ വെരി ക്വിക്ക്, ഐ എം എക്സ്ട്രോവേർട്ട്. ഞാൻ എല്ലാവരുടെ കൂടെ നല്ലോണം കണക്ട് ചെയ്തു, നല്ല ഇങ്ങനെ ഹലോ ഇത് ഞാൻ ഭയങ്കര ഹൈപ്പർ ആണല്ലോ. അപ്പൊ ആ സമയത്ത് അനുമോള് ഷീസ് റെസിപ്രോക്കേറ്റിംഗ് ഇൻ എ വെരി നൈസ് വേ. സോ ബേസിക്കലി അവിടെ കണ്ടന്റ് ഉണ്ടാവണ്ടേ, നിങ്ങൾ സംസാരിക്കുമ്പോൾ ആൾക്കാരെ തിരിച്ചെന്തെങ്കിലും പറയണ്ടേ. ആ കാര്യത്തിൽ അനുമോള് നല്ല ആക്റ്റീവ് ആയിരുന്നു എന്നോടും. ടേടാ പാവാ ആ ഒരു മൈൻഡിൽ നമ്മൾ തുടക്കം വിട്ടു. നല്ല ഹാപ്പി പോകുന്ന സമയത്ത് അവിടെ എന്തോ സഡൻലി ഞാനൊരു ഇതിൽ ക്ലോസ് ആയപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ അനുമോളുടെ സൈഡിൽ നിന്ന് കുറച്ച് കൂടി. സമയത്തൊക്കെ കത്തിയില്ല, ചിലപ്പോൾ നോർമൽ സദാചാരം സാധനമായിരിക്കും വിചാരിച്ചു. പക്ഷെ അത് കുറച്ച് ആയപ്പോൾ ശൈത്യ പറയുന്ന ഒരു ഇതിൽ എന്നിട നിന്നോട് ക്രഷ് ഉണ്ടായി എന്ന് പറഞ്ഞിരുന്നു എന്നോട് സീക്രറ്റ്ലി. അപ്പം ഞാൻ പിന്നെ കണക്ട് ചെയ്തു. ഈ പ്രശ്നങ്ങൾ ഉണ്ടാവണതെല്ലാം ഇത് കാരണമാണോ, ഞാൻ ചില പോസിറ്റീവ്നെസ് കാരണമാണോ ഞാൻ വിചാരിച്ചു. എനിക്കറിയില്ല, പക്ഷെ കണ്ട തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ പാൽക്കുപ്പി വിളിക്കുകയും ചെയ്യും. പക്ഷെ ഈ പറഞ്ഞ പോലെ വൺ സ്നേഹമായിരിക്കും എന്നോട് എല്ലാ കാര്യത്തിനും. ലൈക്ക് ശൈത്യയോട് പറയും എടാ ഭയങ്കര സ്മാർട്ട് അല്ലേ ഈ പറഞ്ഞ പോലെ, പക്ഷെ അവനൊരു കുട്ടിയാണ്, ഇങ്ങനെ പോലത്തെ വാക്കുകൾ ശൈത്യനോട് പറഞ്ഞു. ശൈത്യ ആ വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞു ബിഫോർ ലീവിങ് ആര്യനോട് ക്രഷ് ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പൊ എനിക്ക് അവിടെ കൂടി പറഞ്ഞപ്പോ എനിക്ക് കറക്റ്റ് ആയി. ചിലപ്പോ അത് കാരണം ഞാൻ കുഴപ്പമില്ല വിചാരിച്ചു. ഓക്കെ മാൻ, ഹ്യൂമൻ നേച്ചർ. നിങ്ങൾ ജിസയിൽ തമ്മിലുള്ള ഒരു കോംബോ വന്നപ്പോഴത്തേക്ക് ഒരു പക്ഷേ ആര്യൻ ഫാമിലി വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ആര്യനൊക്കെ മാറി, കോംബോ വന്നത് ബ്രദറും ഞാനുമായിട്ടാണ്. അവിടെയും ഒരു വേറെ സാധനം ഈ നമുക്ക് ഈ വീഡിയോ വരുമ്പോൾ വെൻ വി കം ടു ദ ഹൗസ്, നമ്മൾ ഈ വീട് കണ്ടിരിക്കുന്ന ടിവിയിലാണ്. അവിടെ എത്തുമ്പോൾ നമുക്ക് ഈ പറയുമ്പോൾ അകത്ത് എല്ലാ സാധനങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടാവും. അങ്ങനെ ഒരു ചേട്ടൻ ആ പ്ലാച്ചിനൊന്ന് കാണിക്കുമോ, പ്ലാച്ചി പിടിച്ച് ഓടിക്കോട്ടെ, അയാൾക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റി. അപ്പൊ പൊതുവെ അവിടെ എല്ലാം അനുമോൾ വന്നപ്പോൾ അനുമോൾ എന്റെ ഫാമിലി ഭയങ്കര ക്ലോസ് ആണെന്നൊക്കെ. ദാറ്റ്സ് ഗുഡ്. ഐ ഡോണ്ട് മൈൻഡ്. മൈ മോം ഈസ് ഹാപ്പി വിത്ത് എവരിവൺ. ഈ ഒരു ലവ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ലവ് ആയി, അങ്ങനെ ആയി. അനുമോള് വീട്ടിലോട്ട് വന്നു, ബാബിയായിട്ട് വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഇറങ്ങി പോവാണോ? അത്രയൊന്നും എത്തണ്ട ചേച്ചി പ്ലീസ്. അവിടെ എത്തേ വേണ്ട. ഷോ വരെ ഓക്കെയാണ്, ഷോയില് കാണിച്ചെല്ലാം ഓക്കെയാണ്. ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങി നമ്മളെല്ലാരും മറന്നു, എല്ലാ നെഗറ്റീവ് കാര്യങ്ങളിലും എല്ലാം മറന്നിട്ട് നമ്മളെല്ലാം ഇപ്പൊ ഫാമിലിയാണ്. അപ്പറായാലും അനുമോളായാലും ഷാനവാസ് ആയാലും ആദിറൂറായാലും അപ്പാണി എല്ലാവരും നമ്മളെല്ലാവരും ഒറ്റയൊരു ഐ ഫീൽ വി ഹാവ് ദാറ്റ് ബോണ്ട്. എനിക്ക് എല്ലാവരോടും ബോണ്ട് ഉണ്ട് സീരിയസ്ലി. എനിക്ക് ഐ ലവ് എവരി വൺ ഇൻ ദ ഹൗസ്. എല്ലാവരും ഡിഫറെന്റ് ഗെയിമേഴ്സ് ആണ്. അനീഷേട്ടനായാലും എല്ലാവരും ഒരു വെറൈറ്റി ആൾക്കാരൊക്കെയാണ്. അനീഷിന് വേണ്ടി, അനുമോളിന് വേണ്ടി, അക്ബറിന് വേണ്ടി, ഇവർക്ക് വേണ്ടി എല്ലാവർക്കും എൻ്റെ ഈ പറഞ്ഞ പോലെ ഹൃദയ നിറഞ്ഞ സ്നേഹം. സീരിയസ്ലി, നോട്ട് ഈവൻ ജോക്കിംഗ്. പ്ലേ വെൽ ഗൈസ്, ഡു വെൽ, മേ ദ ബെസ്റ്റ് വിൻ.